കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രകൃതി വിഭവങ്ങളിലും സമ്പത്തിലും നോട്ടമിട്ട് രാജ്യത്ത് ചുവടുറപ്പിക്കാൻ തുടങ്ങി. പല നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളെ തമ്മിലടുപ്പിച്ച് കീഴടക്കി അടിമകളാക്കി. ആ അടിമത്വത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പോരാട്ടമായിരുന്നു പിന്നീട് രാജ്യം കണ്ടത്. നീണ്ട 200 വർഷത്തെ ബ്രിട്ടീഷ് അടിമത്വം, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പോരാട്ടവീര്യം, രാജ്യത്തിനായി ജീവൻ കൊടുത്ത നിരവധി ആളുകൾ. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം കെട്ടിപ്പടുക്കാൻ അതുവരെയും ജനങ്ങൾ നൽകിയ ത്യാഗത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യ ദിനാഘോഷവും. വൈവിധ്യങ്ങൾ കൊണ്ട് വേറിട്ട ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് അടിമത്തത്തിനെതിരെ ഭാഷയോ മതമോ ജാതിയോ അനുഷ്ഠാനങ്ങളോ നോക്കാതെ ഒന്നിച്ചു നിന്നു. ഒരൊറ്റ ലക്ഷ്യവുമായി പോരാടി. നിരവധി സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ കരുത്തുറ്റ പോരാട്ടം, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിശ്ചയദാർഢ്യം, രാജ്യത്തിന്റെ ആ മനക്കരുത്തിന് മുന്നിൽ ഒടുവിൽ ബ്രിട്ടീഷ് സൈന്യം കീഴടങ്ങി. ഇന്ത്യ വിട്ടൊഴിയാൻ തയ്യാറായി. 1947 ഓഗസ്റ്റ് 15 നേരം പുലർന്നപ്പോൾ ഇന്ത്യൻ ജനത കണ്ടത് പുതിയ വെളിച്ചം, സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ലോകം. പിന്നീട് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളർന്നു. നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തിക്കൊണ്ട് ഏകസ്വരമായുള്ള വളർച്ച. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ സഫലമായത് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനതയുടെ സ്വപ്നങ്ങളാണ്. സ്വാതന്ത്ര്യലബ്ധിക്കായി ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന്റെയും കഷ്ടപ്പാടിന്റെയും തടവറയിലെ കൊടിയ പീഡനത്തിന്റെയും ഓർമ്മ പുതുകലാണ്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ആദരവ് കൂടിയാണ്. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ദേശീയ പതാക ഉയർത്തൽ ചടങ്ങുകൾ രാജ്യത്തുടനീളം നടക്കുകയാണ്. രാജ്യത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന പരിപാടികളും ധീര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അനുസ്മരണ പരിപാടികളും രാജ്യമെങ്ങും ആഘോഷിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഓർമ്മകൾ വിളിച്ചോതിക്കൊണ്ട്. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം കടുത്ത വെല്ലുവിളികളോടെയാണ് കടന്നുപോകുന്നത്. വിഭാഗീയതകൾക്കതീതമായി ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കേണ്ട രാജ്യം ഇന്ന് ഫാസിസ്റ്റ് കുടിലതന്ത്രങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രപിതാവിനെ നിന്ദിക്കുകയും ചരിത്രത്തെ തമസ്കരിക്കുകയും വിദ്വേഷ പ്രചാരവേലകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന അതിഭയാനകമായ സാഹചര്യം. ഈ വേളയിൽ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഇന്ത്യയുടെ സംസ്കാരവും നാനാത്വത്തിൽ ഏകത്വവും രാജ്യത്തിന്റെ അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.